ഹലോ. എപ്പോഴേ ഒരുങ്ങിയിരിക്കുന്നു, കൊണ്ടുപോടാ ലാലേട്ടനെ കാണാൻ. ലാലേട്ടനെ കാണാൻ അങ്ങനൊന്നും പറ്റത്തില്ല. അല്ല പിന്നെ എന്തിനാ നമ്മളിവിടെ വന്നിരിക്കുന്നേ? ചുമ്മാ നിങ്ങളെ ഇവിടെ ചെന്നൈ കൊണ്ട് കാണിക്കാൻ വേണ്ടി വന്നേല്ലേ? അതെന്തിനാ അങ്ങനെ വന്നിരിക്കുന്നത്? ലാലേട്ടനെ കാണാൻ അങ്ങോട്ട് കൊണ്ടുപോകും. വയലന്റ് ആവല്ലേ? നിങ്ങൾ ബിഗ് ബോസിന്റെ റിവ്യൂ പറയുന്ന ആളല്ലേ, റിവ്യൂ പറയണ്ടേ? റിവ്യൂ പറയാൻ നമ്മള് അത് ഷോ കാണാതെ എങ്ങനെ പറയൂടാ? ഷോ കാണാൻ എങ്ങനെ പറയുന്നു? എന്നാലും ലാലേട്ടൻ വന്നാൽ ഷാനവാസിനെ പൊരിക്കും. നിങ്ങൾക്ക് ഷാനവാസിന്റെ അടുത്ത് ഇത്രയും ദേഷ്യം? എന്നാലല്ലേ അവരൊക്കെ നന്നാവത്തുള്ളൂ. ദേഷ്യമല്ല, പിള്ളേര് നന്നാവാൻ വേണ്ടി പറയുന്നയാ. ഓ, അപ്പൊ നിങ്ങൾ ഷാനവാസിന്റെ ആരാധിക അല്ല, അനീഷിന്റെ ആരാധിക. പക്ഷെ ഷാനവാസൻ നന്നാവണ്ടേ, അതിന് പറയുന്നതാ. ഗൈസ്, ഇതാണ് നമുക്ക് ഏഷ്യാനെറ്റ് റെഡിയാക്കി തന്ന റിസോർട്ട് റൂം. നിങ്ങളെ കാണിക്കാത്ത ഒരു പരിപാടിയില്ല. അതെ, കണ്ട ഉമ്മാക്കും എനിക്കും കൂടെ തന്ന റിസോർട്ടാണ്. ഭയങ്കര വലിയൊരു റിസോർട്ടാണ്. നമുക്കൊന്നിലും അവരൊരു കുറവും വരുത്തിയില്ല. അതെ, അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, ഫുഡ്, എല്ലാം. ഒരു ഇടിവെട്ട് റിസോർട്ട്. ലാലേട്ടനും ഈ റിസോർട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. എവിടാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ലാലേട്ടനെ നാളെ നമ്മൾ മീറ്റ് ചെയ്യുന്നു. ചെയ്താ ഉടനെ ഞങ്ങൾ അത് ഇട്ട് തരുന്നതായിരിക്കും. ചെയ്ത് കഴിഞ്ഞിട്ട് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. കാണാൻ പറ്റും എന്നാണ് വിശ്വാസം. അങ്ങനെ പറയണം. കാര്യം ചിലപ്പോൾ കാണാൻ ഒക്കത്തില്ല. കാണാൻ പറ്റുമെന്നാണ് വിശ്വാസം. കാണാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നതായിരിക്കും. കഴിയുമെങ്കിൽ ഒരു വീഡിയോ എടുക്കാനുള്ള അവസരം ലാലേട്ടൻ തരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അതെ, വീഡിയോ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. പ്രേക്ഷകർക്ക് നന്ദി. യെസ്, അത് മറക്കരുത്. ഏഷ്യാനെറ്റിന് നന്ദി. ഏഷ്യാനെറ്റിന് നന്ദി ഉറപ്പായിട്ടും പറയണം. ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് നന്ദി. നിങ്ങൾ ആർക്ക് നന്ദി പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷകർക്ക് നന്ദി. പ്രേക്ഷകർക്കാണല്ലോ ആദ്യം നന്ദി. പ്രേക്ഷകർ വിചാരിച്ചോണ്ടാണ് ഈ ചെന്നൈയിൽ ആ സോഫയിൽ ഇരുന്ന് തുരുമ്പിച്ച നിങ്ങളതാണ്ട് ഈ ചെന്നൈയിൽ ഇവിടെ ഇത്രയും വലിയ റിസോർട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ കമന്റും ഷെയറും ലൈക്കും ഒക്കെ കൊണ്ടാണ്. അപ്പം ഒരു അവസരം കിട്ടിയ ചാടിക്കേറി പറഞ്ഞോണം. ചാടിക്കേറി പറയും ഞാൻ. പ്രേക്ഷകരായി ചെന്ന് ലാലേട്ടന്റെ മുമ്പിലോട്ട് പെടാൻ എനിക്ക് പറ്റിയാൽ അപ്പോഴേ ഞാൻ പറയും എന്റെ പ്രേക്ഷകർക്ക് ഒരു ഹായ് പറയും. അങ്ങനെ പറയും. അപ്പൊ ആരായിരിക്കും പോകുന്നത്? പിന്നെ ആയിരിക്കും. അല്ലാതെ ഇല്ലടാ, അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.